ഇപ്പം ഞങ്ങൾ അന്ന് പറഞ്ഞു 3 പ്രദേശങ്ങൾ 3 മണ്ഡലങ്ങളാണ് വിൽവട്ടം, നോർത്ത്, അയ്യന്തോൾ എന്നീ സ്ഥലങ്ങളിലാണ് ഞങ്ങളത് ആരംഭിച്ചത്. അതിലിപ്പം ആദ്യമായി നമുക്ക് 8 ബൂത്തുകളിലായി നമുക്ക് നോർത്ത് മണ്ഡലത്തിലും അയ്യന്തോളിലുമായി ഇതുവരെ നമുക്ക് പരിശോധനയിൽ 193 വോട്ടുകൾ നമ്മൾ ക്രമക്കേട് നടന്നതായി വിശ്വസിക്കുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് 141 വോട്ടുകൾ, അതെ, ഇതിൽ കണ്ടെത്തിയ 141 വോട്ടുകളിൽ അവർക്ക് നേരെയുള്ള ID കാർഡ് നമ്പർ, ആ നമ്പർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെയോ സെർച്ചിൽ പോയാൽ ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നില്ല. നോട്ട് ഫൗണ്ട് എന്നാണ് പറയുന്നത്. ഇത് തികച്ചും ദുരൂഹമാണ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കണ്ടെത്തിയ 52 എണ്ണം അത് ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും പുറത്തുനിന്നുള്ള വോട്ടർമാരാണ്. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, ഇത് ഞങ്ങൾ അന്വേഷിച്ചതിൽ നിന്നും നോർത്ത് പാർക്ക്, ഗോവിന്ദ് അപ്പാർട്ട്മെന്റ്, ടോപ്പ് അഷ്ടപതി, ഇൻലാൻഡ് അമ്പാടി, ശ്രീഹരി അപ്പാർട്ട്മെന്റ്സ്, ടോപ്പ് ഓർക്കിഡ്, ഡാഫോഡിൽ, ശിവശക്തി, ക്യാപിറ്റൽ ഗാലക്സി, ശാരദ അപ്പാർട്ട്മെന്റ്സ് തുടങ്ങി ഉള്ള ഫ്ലാറ്റുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വോട്ടുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഒരു കാര്യം സത്യമാണ്, ഈ വോട്ട് കൊള്ളയ്ക്ക് പുറകിലുള്ള കുറുവാ സംഘം അകത്തും പുറത്തുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ കുറുവാ സംഘം തങ്ങളാണ് എന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് BJPയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അവർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ പോലും ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ കുറുവാ സംഘം അകത്തും പുറത്തുമുണ്ട് എന്ന് മാത്രമല്ല, അത് തങ്ങളാണ് എന്ന് ശരിവെക്കുന്ന രീതിയിലാണ് BJP നേതാക്കന്മാരുടെ പ്രസ്താവന. മാത്രമല്ല, ഭരണഘടനാ അനുസൃതമായി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആഹ്വാനം കൂടിയാണ് BJP നേതാക്കന്മാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തൃശ്ശൂരിൽ അട്ടിമറിച്ചു, അത് രാജ്യത്താകമാനം നടന്നു എന്ന് ഞങ്ങളുടെ ബഹുമാന്യനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. തൃശ്ശൂരിൽ അട്ടിമറി നടന്നു, സമാനമായ രീതിയിൽ ഇനിയും അട്ടിമറി നടത്തുമെന്ന് BJP നേതാക്കന്മാർ വിളിച്ചു പറയുന്നു. ഇതിന് അനുസൃതമായ രീതിയിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഭരണഘടനാ അനുസൃതമായ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രക്രിയയുടെ ഭാഗമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ കുറുവാ സംഘം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്.